മലയാളം സീസൺ 6 എപ്പിസോഡ് നമ്പർ 5 ഡേ നമ്പർ 4. ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചതെന്ന് നമുക്ക് അറിയണ്ടേ. അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ സംഭവിച്ചതെന്നുള്ള ഒരു രത്ന ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, രതീഷിന്റെ കുഞ്ഞുവാവയെ രാജാവാക്കിയ കഥ, അതുപോലെ തന്നെ അതിജീവനത്തിന്റെ കഥ, അതുപോലെ തന്നെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ടണൽ ടീം, പവർ ടീമിന്റെ പവർ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ബാക്കി ടീമുകൾ. അത് തന്നെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു 3 ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിനെ സബ് ഡിവൈഡ് ചെയ്ത് ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെയൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ള രീതിയിലേക്കൊക്കെ പോവാം. എന്തായാലും ഇന്നത്തെ പാട്ട് എന്ന് പറയുന്നത് വാളെടുത്താലങ്കപ്പുൽ, ആ ഒരു പാട്ടായിരുന്നു. നമ്മുടെ എല്ലാരും, അതായത് ആ പാട്ടിന്റെ അർത്ഥം വെച്ച് നോക്കുകയാണെങ്കിൽ ബിഗ് ബോസ് ഹൗസിലെ ഒരുവിധ ആൾക്കാരുടെയൊക്കെ കാര്യങ്ങൾ, ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ ഇപ്പൊ അതേപോലെ തന്നെയാണ് പോകുന്നത്. വാളെടുത്ത അങ്കക്കലി എന്നാണ്. അതായത് ഫുൾ എല്ലാരും നല്ല ഇറിറ്റേഷൻ. ഓൾറെഡി നമ്മൾ വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ഒരാൾ നമ്മളെ പ്രൊവോക്കും കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് രതീഷ് ഒഴിച്ച് ബാക്കിയുള്ള കണ്ടസ്റ്റന്റ്സിന്റെ ഒക്കെ ബിഗ് ബോസ് ഹൗസിലെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് ഒരു മോർണിംഗ് ടാസ്ക് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിജീവനത്തിന്റെ കഥ എന്നുള്ള ഒരു സംഭവം. സുരേഷ് മേനോൻ ബ്രോ, നോറ, അതുപോലെ തന്നെ റോക്കി, ഇവർക്കാണ് ആ ഒരു സംഭവം കൊടുത്തെന്ന് തോന്നുന്നു. അതില് ഇപ്പം എപ്പിസോഡിൽ ടെലികാസ്റ്റ് കാണിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് മേനോൻ ചേട്ടന്റെയും അതുപോലെ തന്നെ നോറയുടെയും കഥയാണ്. സോ നമുക്കിപ്പം ഇതിങ്ങനെ കൊടുത്തത് വളരെ നന്നായി എന്നാണ് ഞാൻ പറയുന്നത്. ബിക്കോസ് ഒരു വലിയ എപ്പിസോഡ് നീടുന്ന രീതിയിൽ അവരുടെ കഥ പറയിക്കാണ്ട് വളരെ ഷോർട്ട് ടൈമിൽ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ. എന്തായാലും സുരേഷ് ബ്രോയുടെ ആ ഒരു കഥ കേൾക്കാൻ വളരെ രസകരമായിട്ട് അദ്ദേഹം ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ, നോറയുടെ കഥ എന്ന് പറയുന്നത് നമ്മൾക്കൊക്കെ മീൻസ് നമ്മുടെ ചുറ്റുപാടുള്ള നമുക്ക് അങ്ങനത്തെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു സംഭവമൊക്കെ. അപ്പം ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അവരുടെ അച്ഛനുമായിട്ട് സംസാരിക്കാത്തതിന്റെ കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം അവരുടെ ആ ഒരു പേഴ്സണൽ കാര്യവും ആണ് പറയുന്നത്. ഞാൻ ആ പേഴ്സണൽ കാര്യങ്ങളൊന്നും എടുത്തു പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പറയണ്ടല്ലോ. സോ ആ ഒരു കാര്യങ്ങളാണ് പറയുന്നത്. അവരും ഒരു അവരുടെ ഒരു അതിജീവനത്തിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നു. അവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പൈസ ഏൺ ചെയ്തതും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളെ പറ്റി നോറയും സംസാരിക്കുന്നുണ്ടായിരുന്നു. നോറയുടെ ആ ഒരു സംസാരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ എമിന റാണി ചേച്ചിയൊക്കെ വളരെയധികം, അതായത് ഇത്രത്തോളം ഇതിൽ അവര് സ്വന്തമായിട്ടൊരു വീട് വെച്ചു, അതും സോഷ്യൽ മീഡിയയിലെ പൈസ കൊണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 25-ാം വയസ്സിൽ ഇത്രത്തോളം എഫേർട്ട് ഇട്ട് ഇത്രത്തോളം ഒറ്റയ്ക്ക് ആ ഒരു സംഭവം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കും കാര്യങ്ങളും വളരെയധികം എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ മനസ്സ് തട്ടുന്ന രീതിയിൽ തന്നെയാണ് നോറ സംസാരിച്ചത്. ഇപ്പൊ സുരേഷ് ബ്രോയുടെ ആ ഒരു കാര്യം എപ്പിസോഡിൽ കാണിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളും എല്ലാം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സോ ഇത്രയൊക്കെ തന്നെയാണ് അവർ രണ്ടുപേരും പറയുന്നത്. പിന്നെ നോറയുടെ ഒറിജിനൽ പേര് അതല്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ടായിരുന്നു. നോറ അതൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് വേണ്ടി ഉണ്ടാക്കിയ പേരാണ് എന്നുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇനി നമ്മുടെ കുണുവാവ എന്നല്ല, രതീഷ് ബ്രോനെ ആ ഒരു കുഞ്ഞാവ് എന്നുള്ള രീതിയിലേക്ക് ഒരുക്കുന്ന ആ ഒരു സെഗ്മെന്റ് ആയിരുന്നു പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിച്ചത്. അത് ഒരുക്കിയത് വേറെ ആരുമല്ല, ജാൻ മോനിദാസ് ആണ്. സോ ഇപ്പം രതീഷ് ബ്രോവിനെ കണ്ടന്റ് കൊടുക്കരുത് എന്ന് പറയുന്ന സിറ്റുവേഷനിലും രതീഷ് ബ്രോയ്ക്ക് അവിടെ കണ്ടന്റ് മേക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതായത് അത് ഏത് രീതിയിലാണെങ്കിലും രതീഷ് ബ്രോയുടെ ടച്ചപ്പ് അല്ലെങ്കിൽ ടച്ച് ചെയ്ത് തന്നെയാണ് കണ്ടന്റുകളും കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ. അപ്പം അതിനിടയിൽ രതീഷ് ഇന്നലത്തെ ആ ഒരു സംഭവത്തെ കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നു. സുരേഷ് ബ്രോ ആയിട്ടുള്ള ആ ഒരു സംഭവം, അതായത് ആ ഒരു കെട്ടിപ്പിടുത്തവും ആ ഒരു ഉമ്മ കൊടുക്കലും സംഭവമില്ലേ, അതിനെ ഒന്ന് സാധൂകരിക്കാൻ, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങൾ സാധൂകരിക്കാനും ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് സുരേഷ് ബ്രോനെ കണ്ടത് എന്നുള്ളൊരു കാര്യവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് രതീഷ് ബ്രോ ആ ഒരു കോൺവെർസേഷൻ കൈ കൊടുത്ത് പിരിക്കുന്നതായിട്ട് നമ്മൾ ആ ഒരു സെഗ്മെന്റിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതായത് സുരേഷ് ബ്രോയ്ക്ക് കൈ കൊടുത്ത് അങ്ങനെ ഒരു സംഭവമില്ല, ഇനി അങ്ങനെ ടച്ചിങ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ഞാൻ എന്റെ ജ്യേഷ്ഠനെ പോലെയാണ് കണ്ടത് എന്നുള്ള ഒരു സംഭവമൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഈ സുരേഷ് ബ്രോയും അതുപോലെ തന്നെ അർജുനും സിജോയും ഇരിക്കുന്ന കാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് ഈ ഒരു ടോക്ക് വരികയും അത് കോംപ്രമൈസ് ആയില്ല എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ സോറി പറഞ്ഞില്ല എന്നുള്ള രീതിയിലാണ് സുരേഷ് ബ്രോ പറയുന്നത്. പിന്നെ ജാൻ മോനിദാസ് കെട്ടിപ്പിടിച്ചപ്പം അദ്ദേഹത്തിന് എന്ത് ഇഷ്യൂ ആണ് ഉണ്ടായെന്നുള്ള ഒരു ചോദ്യവും അവിടെ അർജുൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ആ ഒരു സംഭവം ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഇതിനുശേഷം പവർ റൂം ഒന്നും ചെയ്യുന്നില്ല എന്ന് കണ്ടിട്ടാണോ എന്താണോ എനിക്കറിയില്ല,
അവർക്ക് ആ പവർ കിട്ടിയിട്ട് ഒരു ഉപകാരവും ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തോന്നിയിട്ടാണെന്ന് തോന്നുന്നു. ബിഗ് ബോസ് വീണ്ടും പവർ ടീമിന് വീണ്ടും അവരോട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരു ബോർഡും കൊടുത്തു, ഒരു ബെല്ലടിക്കാനുള്ള ഒരു സംഭവം കൊടുത്തു. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ പവർ ടീമിന്റെ സംഭവം ഒന്നും മര്യാദയ്ക്ക് യൂസ് ചെയ്യാത്തതുകൊണ്ടില്ലേ, നിങ്ങൾക്ക് അതായത് നിങ്ങൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾ ആ ഒരു ബോർഡിൽ എഴുതുക. ബോർഡിൽ എഴുതിയതിന് ശേഷം എന്താക്കുക, ഈ ഒരു ബെല്ലും അടിച്ചിട്ട് അതങ്ങോട്ട് പ്രാവർത്തികമാക്കുക എന്നുള്ള രീതിയിലേക്കൊക്കെ നിയമങ്ങൾ പിന്നെയും കൊടുത്തു. അതായത് പവർ ടീമിന് മനസ്സിലാകുന്നില്ല എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഈ ഒരു പവർ യൂസ് ചെയ്യേണ്ടത്. ഇത് വളരെ എൻഗേജിങ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്. അതായത് ഒരു വീക്കിലി ടാസ്ക് പോലും കൊടുക്കാതെ വളരെ എൻഗേജിങ് ആയിട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ ഒരു വീക്ക് ബിഗ് ബോസ് ഉദ്ദേശിച്ചത്. പക്ഷെ പവർ ടീം അവരുടെ പവറുകൾ ഉപയോഗിക്കുന്നതിൽ വളരെ പരാജയമായി പോയി എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. പിന്നെ പവർ ടീമിന്റെ ആ ഒരു ടോക്ക്, ശ്രീരേഖയുടെ ആ ഒരു ടോക്ക് എനിക്കെന്തോ പേഴ്സണലി, ഞാനിപ്പോ ബിഗ് ബോസ് ഹൗസിലാണ് ഇരിക്കുന്നതെങ്കിൽ എനിക്കും ആ ഒരു ടോക്ക് ഇഷ്ടപ്പെടില്ല. മീൻസ് പവർ ടീമാണ് എല്ലാമാണ്, പക്ഷേ അത് എന്തോ ഒരു മീൻസ് നമ്മൾ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു ടോക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ അവരുടെ സംസാര ശൈലി അങ്ങനെ ആയിരിക്കാം, അറിയില്ല. പക്ഷെ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടാവും. പക്ഷെ അവിടെയുള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നാത്തതും ഒരു സംഭവമാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ശ്രീരേഖ പ്രസംഗിക്കുന്നതിനിടയിൽ ജിൻഡോ ഉറങ്ങുന്നതും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതാ പല്ലി വരെ ചലിക്കുന്നു. അപ്പം അവിടുത്തെ കാര്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശിക്ഷ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രതീഷ് ബ്രോയായിട്ട് വീണ്ടും ഒരു ഒച്ചപ്പാടും കാര്യങ്ങളും ഉണ്ടാകുന്നു. അതിന്റെ ഇടയിൽ എനിക്ക് തോന്നുന്നു അസീറോക്കിയായിട്ട് ശ്രീരേഖ ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ആ വീടിന്റെ കാര്യവും വീടിന്റെ സ്ക്വയർ ഫീറ്റിന്റെ കാര്യമൊക്കെ എടുത്തിടേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് എപ്പിസോഡിൽ കാണിച്ചില്ല. അസീറോക്കി അദ്ദേഹത്തിന്റെ ഒരു കഥ മോട്ടിവേഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്തില്ല. പക്ഷേ ആ ഒരു ടോക്ക്, ആ ഒരു വീടിന്റെ ടോക്ക് ശ്രീരേഖ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അസീറോക്കിക്ക് പ്രൊവോക്കായി. അസീറോക്കി സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രതീഷ് അണ്ണൻ എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്നു. പിന്നെ അങ്ങോട്ട് തൊട്ടക്കിയില്ല എന്റെ പൊന്നളിയന്മാരെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഒച്ചപ്പാടായി. അപ്പൊ രതീഷിനൊരു ശിക്ഷ കൊടുത്തു. ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോയിരുന്നിട്ട് ആ ഒരു ശിക്ഷ ബെല്ലടിച്ചിട്ട് ആ ഒരു ശിക്ഷ അവിടെ കൊടുത്തു. നല്ല രീതിയിൽ വിഷമായി. ആ ഒരു വീടിന്റെ കാര്യവും അല്ലെങ്കിൽ ഹൈ പ്രയോറിറ്റി കിട്ടിയെടുത്തുന്നല്ലേ നിങ്ങൾ ഇങ്ങനെ വന്നത്. ഇപ്പം നമ്മുടെ രതീഷ് ബ്രോനെ ആ ഒരു പട്ടി കുറച്ചുകൊണ്ട് ലക്ഷറി പോയിന്റ് പോയി എന്നുള്ളൊരു പേരിലാണ് പുറത്തേക്ക് വിട്ടത് എന്നുള്ള രീതിയിലാണ് ആ ഒരു ടോക്ക് വന്നത്. അപ്പം ഇത് സംസാരിച്ച സമയത്താണ് ആ ഒരു വീടിന്റെ കാര്യമൊക്കെ നമ്മുടെ ശ്രീരേഖ എടുത്തിട്ട ഒരു സംഭവം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അത്രയാണ് ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 6:30 ഒക്കെ ആയ സമയത്ത് ചലഞ്ച് നമ്പർ 2 കൊടുത്തു. ട്രൂത്ത് ഓർ ഫേക്ക് എന്ന് പറയുന്നൊരു ചലഞ്ചാണ്. കിടിലൻ ചലഞ്ചായിരുന്നു കേട്ടോ. അവിടെ വീട്ടിലുള്ളവരെ പറ്റിയുള്ള ഒരു പ്ലക്കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ അവർക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുന്നത് മാത്രം പ്ലക്കാർഡിൽ കുത്തിവെക്കുക, അവർക്ക് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് മാറ്റി വെക്കുക എന്നുള്ളൊരു ടാസ്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ടാസ്കിലും നെക്സ്റ്റ് ടീം, അതായത് സിജോയുടെ ടീമാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. സിജോയുടെ ടീമും ഡെൻ ടീമിന് 2ാം സ്ഥാനം, പിന്നെ നമ്മുടെ രതീഷ് ബ്രോയുടെ ടീമിന് 0, അതായത് ടണൽ ടീമിന് 0 പോയിന്റാണ് കിട്ടിയത്. സോ അവർക്ക് ബാക്കിയുള്ളവരെ എത്രത്തോളം അറിയാം, ഇത്ര ദിവസം കൊണ്ട് വീട്ടിലെ ബാക്കിയുള്ളവരെ എത്രത്തോളം അറിയാം എന്നുള്ള കാര്യം കൂടി ചെക്ക് ചെയ്ത ഒരു ടാസ്കും കൂടിയായിരുന്നു കേട്ടോ. സോ പിന്നെ രണ്ടുപേരും, അതായത് ഓരോരുത്തരും ഇപ്പൊ ഋഷിക്കാണെങ്കിൽ ഇരട്ട സഹോദരന്മാരാണോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ ഒരു സംഭവമൊക്കെ ചെയ്തു. പിന്നെ അതിനുശേഷം അപ്സര ഈ ടാസ്കിന്റെ പേരിൽ റോക്കി ആയിട്ടൊക്കെ തെറ്റുന്നുണ്ടായിരുന്നു. റോക്കി പറയുന്നത് ഈ ടാസ്ക് അങ്ങനെയല്ല, നമുക്ക് ഇവരെ പറ്റി എന്തറിയാനാന്നുള്ളത്. അപ്പൊ അപ്സര പറഞ്ഞു നിങ്ങൾ എന്ത് അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് അപ്സരയും റോക്കി തമ്മിലൊരു ചെറിയ ക്ലാഷ് ഉണ്ടായിരുന്നു. അതിനിടയിലും നമ്മുടെ രതീഷ് അണ്ണൻ മാസ് കാണിച്ചു. അങ്ങനെ അപ്സര കരഞ്ഞു. ഇന്നത്തെ എപ്പിസോഡിൽ അപ്സര കരയുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങളായിരുന്നു. സോ അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് ടീം ജയിക്കുകയാണ്. സിജോയുടെ ടീം ജയിച്ച് നമ്മുടെ പവർ ടീമുമായിട്ട് അവർക്കൊരു മത്സരം എന്നുള്ള രീതിയിലേക്ക് ബിഗ് ബോസിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഇനി പിന്നെ എപ്പിസോഡിന്റെ ലാസ്റ്റ്, ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു 15 സെക്കൻഡാണ് നമ്മുടെ ഗബ്രി ജാസ്മിൻ നിമിഷം ഒപ്പിയതെങ്കിൽ ഇന്ന് കുറച്ചധികം ജാസ്മിൻ ഗബ്രി വിഷയം ഒപ്പിയിട്ടുണ്ട്. ലവ് ട്രാക്ക് ആണോ എന്ത് ട്രാക്കാണോ എന്ന് ഒരു പിടുത്തവുമില്ല. സോ എന്താണ് ലവ് ട്രാക്ക് ആണെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. സോ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ. അതുവരെയ്ക്കും